അയ്യോ മാമ സോറി മാമ, ഞങ്ങൾ കളിക്കായിരുന്നു. കളിക്കണം, പഠിക്കാനൊന്നുമില്ല ആർക്കും. പഠിപ്പ് കഴിഞ്ഞ വഴിക്ക് നടക്കില്ലേ മാമ? എന്റെ വഴിക്ക് നടക്കുമെന്നാ? ഏത് വഴിക്ക് നടക്കും? റിസൾട്ട് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ കാണിച്ചു തരാം ഏത് വഴിക്ക് നടക്കുമെന്ന്. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കെന്താണ്? അല്ല, വാട്ട് ഹാപ്പൻഡ് ആയിക്കോട്ടെ മാമ. എന്ത് ബഹളമായത്? അത് തന്നെ എനിക്ക് ചോദിക്കാളെ, എന്തോന്നമ്മ ഇവിടെ നടക്കണത്? എന്തുവാടാ നിന്റെ ശബ്ദത്തിനൊരു ഖനം? ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പോണു. നീ എങ്ങും തൊടാതെ അതും ഇതും പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ ഓടുന്നേ? ആരോടുന്നു? ഇവിടെ ആരും ഓടാനില്ല, അമ്മയാണ് എല്ലാരും ഓടിക്കാൻ വേണ്ടിയിരിക്കണത്. എന്താണ് പ്രശ്നം? പ്രശ്നം എന്തോന്ന് ഞാൻ പറയാം. അടുക്കളയിൽ നടന്ന സംഭവം അവള് എവന്റെ ചെവിയിൽ ഓതി കൊടുത്തു. അത് കേട്ടിട്ട് എന്നോട് സംസാരിക്കാൻ വന്നേക്കുവാ. ആരെന്തോ നോക്കി തന്നു? എന്റെ ചെവിയിൽ ആരും ഒന്നും നോക്കി തന്നൊന്നുമില്ല. എടാ മോനെ, കൊറേ ഓണം കൂടുതലുണ്ടതാ ഈ ഭവാനി. ഈ പോക്കെ ഏത് വഴി വളഞ്ഞു തിരിഞ്ഞ് എങ്ങോട്ടാ പോകുന്നൊക്കെ എനിക്ക് നല്ലപോലെ മനസ്സിലായി. അമ്മയ്ക്ക് ഗൗരി ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അവൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കണേന് അമ്മയ്ക്ക് എന്താണ് കുഴപ്പം? കണ്ട അടുക്കളയിൽ നടന്ന കാര്യങ്ങള് പൊടുപ്പും തങ്ങലും വെച്ച് എവന്റെ ചെവിയിൽ ഓതി കൊടുത്തു. ആ തലാണ മന്ത്രം കേട്ടോണ്ട് നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. നോണം കെട്ടവൻ. അമ്മ ഒരുമാതിരി അനാവശ്യം പറയല്ലേട്ടാ. ഞാൻ എന്റെ വായി തോന്നണം, ഞാൻ വിളിച്ച് പറയും. അവൾ എന്തോന്ന് പൊടുപ്പും തൊങ്ങലും വെച്ച് പറയാൻ വേണ്ടിയിട്ട് അവൾ ആ മുറിയിൽ മുഖം അടിക്കണത് ഞാൻ ചോദിച്ചു എന്താണ് കാര്യമെന്ന്. നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അവള് പറഞ്ഞത് അമ്മ അടുക്കള കയറണ്ടെന്ന് പറഞ്ഞെന്ന്. അവള് പോവല്ലയോ? അമ്മ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കളകിയിരിക്കാണ്ടാ. അമ്മ എന്താന്ന് വിചാരിക്കണത്? അമ്മയ്ക്ക് എന്തും പറയാം, എന്തും കാണിക്കാം. ഇവിടെ ആരും അമ്മയടുത്ത് ഒന്നും തിരിച്ചു പറയില്ല. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത്. അമ്മ കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയ ഈ വീട്ടിലെ എല്ലാ പ്രശ്നവും തീരും. പറ്റുമോ അമ്മയ്ക്ക്? ഇതിന് ഞാനും പറയാനിരുന്നേ. മുമ്മ കഴിഞ്ഞ് വിട്. കുട്ടുമാവനിപ്പം ചെയ്തൊക്കെ കുറെ തെറ്റാണെന്ന് തോന്നുന്നുണ്ട്, അല്ലേ ശിവ? അതെ, അതിന്റെ പശ്ചാത്താപം അവന്റെ മുഖത്തുണ്ട്. അമ്മ നോക്ക്, നമ്മ കഴിഞ്ഞത് വിട്ട് പോട്ടെ. അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് കറക്റ്റാണ് കേട്ടാ. അമ്മൂമ്മ അമ്പിനും വില്ലിനും എടുക്കത്തില്ല. ഒരൊറ്റ ഒരെണ്ണം വെച്ചെന്നാണ്ടല്ലോ കേട്ടാ. അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മ ഇനി ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ വേണ്ട, അത് ചെയ്യണ്ട, അത് വിട്ടേക്ക്. വേറൊരു കാര്യം പറയാം, അത് ചെയ്യാൻ പറ്റുമോ? എന്തുവാ? ആ മുറിയിൽ ആ കൊച്ചൊറ്റയ്ക്ക് ഇരിക്കുക, അതിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ചു നേരം സ്നേഹത്തോടെ സംസാരിക്കുക. പറ്റുമോ? പറ്റത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നേരെ പടവലത്തേക്ക് വിട്ടോ. അച്ഛനോടെ വയ്യാതിരിക്കല്ലേ? അതുകൊണ്ടെന്താ അമ്മ പടവലത്ത് വയ്ക്കോ, അത്രേ ഉള്ളൂ. ഓ അത് ശരി. അപ്പൊ സഹോദരനും സഹോദരിക്കും എന്നെ പറഞ്ഞ് പടവലത്ത് വിടണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലയോ? അമ്മ അതല്ല ഉദ്ദേശിച്ചത്. അമ്മയുടെ ഈ നിലപാടൊന്നും മാറ്റിയാ എല്ലാം ഓക്കെ ആവും. അങ്ങനെ പടവലം ഭവാനിയെ തോപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. പടവലല്ലോ, ചോനറത്തലയല്ലേ? ചോനറത്തലയെങ്കിൽ ചോനറത്തല. അവളെ വിജയിച്ച് അകത്ത് കയറിയിരിക്കല്ലയോ കമ്പത്തിന് തിരിയും കൊളുത്തിക്കൊണ്ട്. ഞാൻ കാണിച്ചു തരാം അവളെ പോച്ച്. ഞാനിപ്പോ പുറത്തി അടിച്ചു തരാം. ഫോൺ പിടിക്കില്ലേ?